കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫ്ലക്സ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ 4 കൈയുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഫ്ലക്സിൽ ആ 4 കൈയിൽ ഒരു കൈയിൽ ഭ്രൂണം കുത്തിയ ശൂലവുമായി നിൽക്കുന്നു, മറ്റൊരു കൈയിൽ താമര, വേറൊരു കൈയിൽ കുലക്കയർ. ഇത്തരത്തിലാണ് വലിയ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ SFI ഭരിക്കുന്ന ക്യാമ്പസിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏതായാലും ആ ഫ്ലക്സിൻ്റെ ഉത്തരവാദിത്വം SFI ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ വലിയ ചിന്തകൾക്ക് തുടക്കമിടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഏവരും പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലരും എതിർത്തും അനുകൂലിച്ചും സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതിനെ സംഘപരിവാർ വലിയ രീതിയിലുള്ള ഒരു കലാപന്തരീക്ഷം ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. കാരണം ഈ ചിത്രം കണ്ട് അസ്വസ്ഥരായി നിൽക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ എമ്പുരാൻ സിനിമയിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൽ ബാബ ബജ്രംഗി എന്ന ക്യാരക്ടറിൻ്റെ പേര് പോലും മാറ്റി എഡിറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ സംഘപരിവാർ സംഘടനകൾ ഭീഷണിപ്പെടുത്തിയ ആ ഒരു രീതി നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ കാലടിയിലുണ്ടായ ഈ സംഭവം സംഘപരിവാറിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്തായാലും SFI ഭരിക്കുന്ന ഈ ക്യാമ്പസിൽ അവരറിയാതെ ഒരു കാര്യം ചെയ്യുമോ എന്ന വലിയ ചോദ്യം BJP ചോദിക്കുകയാണ്. BJPയും SFIയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ തെറ്റിയോ, അവർ തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധമൊക്കെ അവസാനിച്ചോ എന്ന വലിയ രീതിയിലുള്ള കളിയാക്കൽ ഇപ്പോൾ AISF നടത്തുകയാണ്. നമുക്കറിയാം, CPIയുടെ യുവജന സംഘടനയാണ് AISF. അവർ ചോദിക്കുന്നുണ്ട്, SFI നേതാക്കളും ABVP നേതാക്കളും തമ്മിൽ ഏതായാലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്ന രീതിയിലേക്കാണല്ലോ കഴിഞ്ഞ കുറേയധികം നാളുകളായി പലയിടത്തുമുള്ളത് എന്ന് തന്നെയാണ് അവർ വ്യക്തമായി ചോദിക്കുന്നത്. തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുമൊക്കെ CPM BJP ബന്ധം പരസ്യമായ രഹസ്യമായി മാറിക്കഴിയുമ്പോൾ ഈ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നുള്ളൊരു പരിഹാസം നിറഞ്ഞ ചോദ്യം AISFൻ്റെ സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും BJP അസ്വസ്ഥരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം CPIMന് അധികാര തുടർച്ച കിട്ടണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണവർ. അവരോട് ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യരുതായിരുന്നു എന്ന് മാത്രമാണ് CPIMനോട് ഇപ്പോൾ BJP പറയുന്നത്. എന്തായാലും കലികാലം തന്നെയാണ്. കാരണം ഒരു സിനിമയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുന്നു, അതിനുശേഷം ഒരു ഫ്ലക്സിൽ ചില സിംബോളിക് റെപ്രസെൻറ്റേഷൻ കാട്ടുന്നു. ഇത്തരത്തിൽ വ്യംഗ്യാർത്ഥങ്ങൾ പലതും മാറി മറയുന്ന സാഹചര്യം BJPക്ക് ഉൾക്കൊള്ളാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.